أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال الله يا عيسى ابن مريم أأنت قلت للناس اتخذوني وأمي إلهين من دون الله قال سبحانك ما يكون لي أن أقول ما ليس لي بحق إن كنت قلته فقد علمته تعلم ما في نفسي ولا أعلم ما في نفسك إنك أنت علام الغيوب. اللهم അടിയാറുകളെ പരമാവധി പഠിച്ചവരെ ശ്രദ്ധിക്കണം, സ്നേഹിക്കണം എന്ന് നമ്മെ ഉണർത്തുന്നു. അള്ളാഹു നമ്മെ എവിടെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മരണത്തെ സംബന്ധിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. അള്ളാഹു അവന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. പൈസയൊക്കെ ഉണ്ട്, നല്ല വിദ്യാഭ്യാസവും ഉണ്ട്, നല്ല സ്ഥാപനവും ഉണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും എല്ലാവരെക്കാളും വിനയം കാണിക്കുന്ന ഒരു മോനായിരുന്നു. എല്ലാവരോടും ആത്മാർത്ഥമായ സ്നേഹവുമായിരുന്നു. അവന്റെ തൊഴിലിൽ അവന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗമൊന്നും ആയിരുന്നില്ല. അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ വായിലൊന്നും കൈയിട്ട് അങ്ങനെ പൈസ ഉണ്ടാക്കേണ്ട ഒരാളും ആയിരുന്നില്ല. ആര് വന്നാലും ശരി, പാവങ്ങളാണെങ്കിൽ അവരെ പരിഗണിക്കുകയും അവരെയൊക്കെ ഫ്രീ ആയി ചികിത്സിക്കുകയും ചെയ്യുന്ന ഒരു മോനായിരുന്നു എന്ന് നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആള് നിർമ്മലനുമായിരുന്നു. ഒരു ഇബുറോ ഒരു അഹങ്കാരോ പൈസ ഉണ്ട്, വർത്രാസുണ്ട്, അങ്ങനത്തെ ഒരു ചിന്തയും മനുഷ്യൻ ഉണ്ടായിരുന്നില്ല. ഏതായിരുന്നാലും ദുനിയാവില് ഒക്കെ ഉണ്ടെങ്കിലും വലിയ ഒരു ഗംഭീരമായ ജീവിതം ആയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ ആവട്ടെ, റഹ്മാനായ റബ്ബ് അവന്റെ സുഹൃതങ്ങളൊക്കെ സ്വീകരിക്കുകയും നാളെ പരലോകത്ത് ഉന്നതമായ സ്ഥാനം നൽകുകയും അവന്റെ വിഷമിക്കുന്ന ഉമ്മക്ക് പ്രത്യേകിച്ചും, കാരണം കുറച്ചു മുമ്പ് ഭർത്താവ് മരിച്ചു, ഇപ്പം മോനും മരിച്ചു. ആ കുടുംബാംഗങ്ങൾക്കൊക്കെ സബറോടുകൂടി അത് നേരിടാനുള്ള കഴിവുമൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ ഖബറിടം പടച്ച തമ്പുരാൻ വിശാലമാക്കി കൊടുക്കുകയും ചെയ്യട്ടെ. നമ്മയും അവരെയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആരുടെയും ഹാല് ഇത്രയേ ഉള്ളൂ എന്നുകൂടി നമ്മൾ ഓരോരുത്തരും ബോധ്യം ഉണ്ടാവുക. അല്ല, ആരോഗ്യം ഉണ്ടായിട്ട് ഓടി നടന്നിട്ടൊന്നും കാര്യമല്ല. എപ്പോഴും തലച്ചോറിലെ നെർവ് പൊട്ടി ബ്ലഡ് കോട്ടായി അങ്ങനെയാണ് മരിച്ചത്. അല്ല, അറ്റാക്ക് വന്നതാണ്. എന്നിട്ട് രക്തസംക്രമണ വ്യവസ്ഥ നിന്നുപോയതാണ്. അങ്ങനെ ഹാർട്ട് അറ്റാക്ക് നടത്തിയത് കൊണ്ടാണ്. ഇങ്ങനെയൊക്കെയാണ് മരണം. പെട്ടെന്നുള്ള മരണം കൂടുന്നത് ഖിയാമത്തിന്റെ അലാമത്തായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുകയാണ്. അവിടേക്കാണ് ലോകം അതിശീഘ്രം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നും മനസ്സിലാവും. ഏതായാലും നമ്മളൊക്കെ പറയാറുള്ളത് പോലെ പടച്ചമ്പരം നമ്മുടെ ആക്കിമത്ത് നന്നാക്കി തരുന്നതാവട്ടെ. കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് വിട പറയാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മള് ഡിസംബർ മാസത്തിലാണ്. ഇന്നലെ കുട്ടികൾക്കൊക്കെ സ്കൂൾ അടിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ അവധി അവർക്ക് ദിവസം. അത് ക്രിസ്മസിന് വേണ്ടിയിട്ടാണ്. ക്രിസ്മസ് എന്ത് എന്ന് നമുക്കറിയാം. യേശുദേവൻ ജനിച്ച ദിവസമാണ് ആഘോഷിക്കുന്നത്, ബർത്ത്ഡേ. പത്തോസാണ് ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ആ ബൾബൊക്കെ കത്തിക്കുന്നത്. നക്ഷത്രം നമ്മള് ബദറാണ്. ബദർ നമ്മുടെ ജില്ല അങ്ങനെ
طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي. അപ്പൊ നമ്മക്ക് ഉദിച്ചത് ഹിലാൽ, പൂർണ്ണ ചന്ദ്രൻ. ഹിലാലല്ല, ബദർ പൂർണ്ണ ചന്ദ്രൻ. ക്രിസ്ത്യാനികൾക്ക് ഉദിച്ചത് നക്ഷത്രം. ഞാൻ 10ാം ക്ലാസ്സിലെ കുട്ടികളോട് പറഞ്ഞു, യേശുദേവൻ തന്നെയാണ് നമ്മുടെ ഈസാ നബി പറഞ്ഞത്. എനിക്ക് ഓർമ്മ. പിന്നെ അവിടെ ബദറ എന്താണെന്നറിയോ, 50 എണ്ണം ഇങ്ങോട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറയാൻ, നിങ്ങൾ എഴുതുന്ന വീടില്ലേ, നിനക്ക് തീരെ ABC ഇല്ലേ, നിനക്ക് യേശുദേവൻ വേറെ, അത് ക്രിസ്ത്യാനികളുടെ ദൈവം പടച്ചവൻ. നമ്മൾക്ക് ഈസാ നബി അറിവിലേക്ക് ഞാനാകെ പൊട്ടലായി അവരുടെ മുമ്പിൽ. മനസ്സിലായില്ലേ? ഏതാണ്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്കൊരു വിഭാഗീയതയുമില്ല. അദ്ദേഹം ആര് എന്ന് നമ്മൾ അറിയേണ്ടിയുണ്ട്. ഞാൻ നെല്ലിപ്പൊയിൽ LP സ്കൂളിൽ പോയിരുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലല്ലോ, ഇവിടെ പറഞ്ഞില്ലല്ലോ. അറബിക് ഡേയുമായി ബന്ധപ്പെട്ട് മുസ്ലിം ക്രിസ്ത്യാനിയായ ടീച്ചറാണ് ഹെഡ് മാസ്റ്റർ നിർമ്മല ടീച്ചർ. അവര് അറബിക് പദ്യം കാണാതെ പഠിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ അറബിക് പദ്യം ചെല്ലാൻ പോവുകയാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു വാക്ക് അറബി ഉച്ചരിച്ചില്ല. സാറ് തെറ്റുണ്ടോ ശ്രമിച്ചേക്ക്, എനിക്കുണ്ടാൻ ചെല്ലണം. എന്നിട്ട് കാണാതെ പഠിച്ച പദ്യം ചൊല്ലി അറബിയില്. എന്നിട്ട് അവര് പറഞ്ഞു, വരുമ്പെല്ലാം നിങ്ങൾ അറബിയുടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് അറബിയിൽ പ്രസംഗിക്കും. അറബി പഠിക്കാനുള്ള ഉത്കടമായ ആഗ്രഹവും താല്പര്യവും ആ ടീച്ചർ പ്രകടിപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരു നേരം റോഡ് സൈഡിൽ വീട്ടിൽ ഒരു മരണം. അപ്പൊ ഒരുപാട് ആളുകൾ കൂടി വാഹനങ്ങളൊക്കെ കൂടി ബ്ലോക്കായപ്പോ ഞാനോ സൈഡിൽ നിർത്തി. അപ്പൊ ഇന്നാലിലേക്ക് രാജീവെന്നൊക്കെ പറഞ്ഞ് ഞാന് സൈഡിൽ ഇറങ്ങി സാധിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യണ്ടേ. അപ്പൊ അവിടുന്ന് പാട്ട് കേട്ടു. അപ്പൊ പിന്നെയും പ്രശ്നമായി. മരിച്ച പുരയിൽ പാട്ടോ? മരിച്ച പുരയിൽ പാട്ട്. അത് ഒരാളുണ്ടല്ല പാടുന്നത്, ഗ്രൂപ്പ് സോങ്. ആ പെണ്ണൊക്കെ ഒന്നിച്ച് ഗംഭീരമായി പാടിക്കൊണ്ടിരിക്കുക. എനിക്ക് കൗതുകമുണ്ടായി. ഞാൻ അടുത്തേക്ക് ചെന്നു. പാട്ട് ജോറായി നടക്കുന്നു. മുമ്പിൽ മയ്യത്ത് ഇങ്ങനെ കിടക്കുക. ബാപ്പ ഉണ്ടാവാം, അല്ലെ മോനുണ്ടാവാം, ഊളുണ്ടാവാം, മൂളുണ്ടാവാം. എല്ലാവരും കൂട്ടമായി കൂട്ടപ്പാട്ട് നടക്കുക. നമ്മളെ കൂട്ടത്തിലാണെങ്കിൽ കൂട്ടയോത്താണ് നടക്കുക, അവിടെയാണെങ്കിൽ കൂട്ടപ്പാട്ടാണ് നടക്കുന്നത്. അപ്പൊ കൂട്ടയോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എനിക്കറിയാം. ഓരോരുത്തർക്കും ഓരോ കിതാബ് കൊടുക്കല. അപ്പൊ 200 ആളുണ്ടെങ്കിൽ 200 കിതാബുകളാ. 200 ആൾ ഒരൊറ്റ ജ്യൂസ് ഇരുന്ന ഇരിക്കിലോ നിന്ന വെക്കിലോ ഊതും. അങ്ങനെയാണ് കൂട്ടയോത്ത് നടക്കാറുള്ളത്. അത് പണ്ടൊന്നുമില്ലായിരുന്നു. എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിലും ഇങ്ങനെ മരിച്ചു. അപ്പൊ ആ കൂട്ടുകാരൻ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നല്ല പ്രവർത്തകനാണ്. അദ്ദേഹം എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, എന്താ പരിപാടി? ഇത് ഊത്ത്. ഓത്താണല്ലേ. എന്റെ ബാപ്പയും വല്യാപ്പയും അതേപോലെ കഴിഞ്ഞ 4 കൊല്ലം മുമ്പ് ഒന്നും ഇങ്ങനെ ഓതിയില്ലല്ലോ. ഓതിയില്ല. ഇപ്പൊ ഞങ്ങൾ ഓതാൻ തുടങ്ങിയ. എന്നാലേ ഇന്നിപ്പൊരു കാര്യമല്ലേ എന്റെ ബാപ്പയും വല്യാപ്പയും ഒക്കെ ഓതിയാ മതി. അതിന്റെ അപ്പുറത്തെ പുതിയൊരു ഏർപ്പാട് വേണ്ട. ഇങ്ങോട്ടൊക്കെ നടക്കുകയും വേണ്ട, ഇവിടുത്തെ പരിപാടി ഇറക്കുകയില്ല. അതുകൊണ്ട് ആ പുസ്തകമൊക്കെ തിരിക്കാൻ തോളി. ഇതിന്റെ പോലെയാ, മരിച്ചെടുക്കുന്ന നിന്റെ ആളാണ്. അതുകൊണ്ട് നിന്റെ പോരേല് നിന്റെ ആളെ ചുറ്റും കൂടി ഇങ്ങനത്തെ പുതിയ ഏർപ്പാട് ഇവിടെ നടത്തണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിശക്തമായി പ്രതികരിച്ചു. വഹാബിയൊന്നും അല്ല അദ്ദേഹം,
അദ്ദേഹം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രധാനപ്പെട്ട മഹല്ലിലെ ഉത്തരവാദപ്പെട്ടയാളാണ്, മഹല്ലിലെ ഭാരവാഹിയാണ്. അദ്ദേഹമാണ് പ്രഖ്യാപിച്ചത്. ഇങ്ങനെയെങ്കിലും കുറച്ച് ആളുകൾ നട്ടലുള്ളവർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുക. പക്ഷെ അപ്പുറത്തെ പാർട്ടി വരുമ്പോ ഓരത് നിർത്തൂലെന്നുള്ള ഉറപ്പല്ലേ. നമ്മളിനി പറഞ്ഞ പോലെ അതിന്റെ കാര്യം അതേ നിത്യജീവനിലേക്ക് പോവുകയാണ്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനമാണ്. അതാണ് ബൈബിൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു സ്വർഗത്തിലേക്ക് പോവുക, ഒരു പിന്നെ സ്വർഗത്തിൽ പോവാലോ. അതിന്റെ കാര്യം ആ മരിച്ചു കിടക്കുന്ന ആള് ചിലപ്പം കള്ളുടിച്ചിട്ടുണ്ടാവാം, ദുന്യാസം ചെയ്തിട്ടുണ്ടാവാം, കച്ചറ കളിച്ചിട്ടുണ്ടാവാം. കളിച്ചിട്ടുണ്ടെങ്കിൽ ദൂരിക്കണ്ട. കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പുത്രനായി വന്നിട്ട് ആ മരിച്ചു കിടക്കുന്ന ആളുകളുടെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങി, എന്നിട്ട് കുരിശിന്റെ മുകളിൽ കയറി, എന്നിട്ട് അവിടെ വിജയം പ്രാപിച്ചു പോയ ആളല്ലേ. അതുകൊണ്ട് മരിച്ചാക്കല് കുറ്റമല്ലല്ലോ, ഇനി ശരികൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം എങ്ങോട്ടാ പോവുക? പാപ സുരക്ഷിതനായി, പാപരഹിതനായി, നന്മകൾ മാത്രമുള്ള ഒരു വ്യക്തിത്വമായി അള്ളാഹുവിന്റെ ആ അടിമ നേരിട്ട് സ്വർഗത്തിലേക്ക് പോവും. നേരിട്ട് സ്വർഗത്തിൽ പോകുന്നവർ നമ്മൾ ഇവിടുന്ന് കരഞ്ഞുത്തിരിക്കണോ? എന്താ? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാ? പാട്ടുകാരാ. അങ്ങനെയാണ് അവരെല്ലാം പാട്ടുപാടിയത്. അങ്ങനെയാണ് യേശുദേവനെ ലോകത്ത് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. യേശുദേവനെ വന്നത് മറ്റുള്ളവരുടെ പാപഭാരം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ മൂന്നാമത്തെ ദിവസം അദ്ദേഹം ഉയർന്നുകൊണ്ടിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്. ലോകത്തിന് സമാധാനം നൽകുന്നതിനു വേണ്ടി അദ്ദേഹത്തിൽ ആര് വിശ്വസിക്കുന്നുവോ, കർത്താവിനെ ആര് രക്ഷാധികാരിയാക്കുന്നുവോ, കർത്താവ് അവരെയെല്ലാം രക്ഷപ്പെടുത്തും. അവരുടെ വീടുകളിൽ പോയാൽ മുൻവാതിലിന്റെ മുകളിൽ കാണാം യേശു ഈ വീടിന്റെ രക്ഷകൻ. കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട്, യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് പാട്ടും വെയ്ത്തും ഒക്കെ നിറഞ്ഞു കിടക്കുകയാണ്. അവർക്ക് വേണ്ടിയുള്ള ആരാധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് ചർച്ചോ അവർ എന്തുണ്ടെങ്കിലും ശരി, അവിടെയൊക്കെ കുരിശ് വരച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുരിശ് അവരുടെ കഴുത്തിൽ അവർ തൂക്കിയിട്ടിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ വേറെ ഒരാളുടെ കത്തിക്ക് ഇരയാക്കപ്പെട്ടിരിക്കുന്നു. എന്റെ വാപ്പ മരിച്ചത് വേറെ ഏതോ ഒരു ചങ്ങായി കുത്തിക്കൊന്നതാണ്. ഞാൻ ആ കൊന്ന ചങ്ങായിനോട് ആ കത്തിന്ന് വന്നു. എന്നിട്ട് ആ കത്തിക്ക് റെഡിയാക്കിയിട്ട് അതൊരു മാലയിൽ റെഡിയാക്കി കോർത്ത് എന്റെ കഴുത്തിലിട്ടാൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ കത്തിങ്ങനെ കാണുകയും ചെയ്യുക, പാപ്പനെങ്ങനെ ഓർമ്മിക്കുകയും ചെയ്യല്ലേ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളല്ലേ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം അങ്ങനെയാണ് മരിച്ചതെങ്കിൽ ആ കുരിശിനെ എവിടെയെങ്കിലും കുഴിച്ചുമൂടിയല്ലേ ചെയ്യേണ്ടത്? ശരിക്ക് നേർക്ക് നേരെ നമ്മൾ ചിന്തിക്കുമ്പോ, യുക്തിപൂർവം നമ്മൾ ചിന്തിക്കുമ്പോ അങ്ങനെയല്ലേ ചെയ്യണ്ടേ? എന്നിട്ട് ആ കുരിശും എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി എങ്ങനെ അതിനെ സമീപിക്കുന്നു അന്ന് ആലോചിച്ചു. ഓരോരുത്തരും നമ്മുടെ ആരാധനയെ നിരൂപണം നടത്താൻ നമുക്ക് അവകാശമുണ്ടല്ലോ. അങ്ങനെ ഒരു നിരൂപണം നടത്തി എന്ന് മാത്രം. അള്ളാഹു പറഞ്ഞിട്ടുള്ളത് സുപ്രസിദ്ധവും സുപരിചിതവും. വിശുദ്ധ ഖുർആൻ 3 സ്ഥലങ്ങളിൽ ഒരേ രൂപത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക്, ഒരു വാക്കിന്റെ 4 രൂപങ്ങൾ അല്ലെ 3 രൂപങ്ങൾ ആവർത്തിച്ചു വന്നിട്ടുള്ള സാഹിത്യത്തിലെ ഏറ്റവും ഗംഭീരമായ ഒരു ശൈലി സൂറത്തുൽ നജ്മിലും അത് നമുക്ക് കാണാം. ബിമാ ഫീ സുഹുഫി മൂസ, നിങ്ങളെന്നെല്ലണം. وإبراهيم الذي وفى أم لم تنبأ بما في صحف موسى وإبراهيم الذي وفى ألا تزر وازرة وزر أخرى وأن ليس للإنسان إلا ما سعى وأن سعيه سوف يرى ثم يجزاه الجزاء الأوفى. നിർബന്ധമായി പഠിച്ചിരിക്കണം. ഇസ്ലാമിന്റെ ആണിക്കല്ലും കാമ്പും കാതലുമാണ്. ഖുർആനിന്റെ കാതലാണ്.
അല്ലേ നിങ്ങൾക്ക് വിവരം കിട്ടിയിട്ടില്ലേ? അംലം യുനബ്ബ ബിമാ ഫീ സുഹുഫി മൂസ, മൂസന്റെ കിതാബിൽ എന്താണ് പറഞ്ഞത് എന്ന് അറിയില്ലേ? ഇബ്രാഹിം അല്ലദീ വഫാ, എല്ലാം പൂർത്തീകരിച്ചിട്ടുള്ള ഇബ്രാഹിം നബിയുടെ കിതാബിൽ ഏടുകളിൽ എന്തു പറഞ്ഞു എന്ന് അറിയില്ലേ? പഠിച്ചില്ല? എന്നാ അറിയണം, പഠിക്കുകയും ചെയ്യണം. അതവിടെ പറയുന്നത്. ഒരാളും മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കൂല. ഓരോരുത്തർക്കും അവരവൻ അധ്വാനിച്ചത് മാത്രമേ ഉണ്ടാവൂ. അവന്റെ അധ്വാന ഫലം അവൻ നാളെ പരലോകത്ത് കാണുകയും ചെയ്യും. ആ ചെയ്ത നന്മക്ക് പരിപൂർണമായ പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും. കേട്ടില്ലേ നിങ്ങള്? അപ്പം പാപികളായ മനുഷ്യരുടെ പാപഭാരം യേശുദേവൻ ഏറ്റെടുത്തുവോ? ഏറ്റെടുക്കില്ല. അദ്ദേഹത്തിന്റെ നന്മകൾ നമുക്ക് കിട്ടുമോ? കിട്ടില്ല. നമ്മുടെ തിന്മകൾ അദ്ദേഹം ഏൽക്കുമോ? ഏൽക്കില്ല. ഞാൻ ചെയ്തതിന് ഞാൻ അനുഭവിക്കണം, നിങ്ങൾ ചെയ്തതോ നിങ്ങളും അനുഭവിക്കണം. ഫാത്തിമ മോളെ സലീനി മാലിമ ശൈതി ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ, മോളെ രക്ഷപ്പെടുത്തിക്കൊള്ളാൻ. നാളെ പരലോകത്തുനിന്ന് മോളെ കാക്കാൻ ഉപ്പനെ കൊണ്ട് കഴിയില്ല. ഇവിടെ നിന്നോ മാണോ മോള് ചോദിച്ചോ? പാപ്പന്റെ ഉള്ള പൈസ എന്തെങ്കിലും മാണോ തരാം. അവിടുത്തെ എന്തെങ്കിലും ഒരു കാര്യം നിന്നോട് ചോദിക്കാൻ നിൽക്കല്ലേ. ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കരളിന്റെ പ്രശ്നമായ പൊന്നും മോളോട് ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ യേശുദേവനും അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുണ്ടാവൂ. അതിന്റെ അപ്പുറത്തേക്ക് അദ്ദേഹം പറയില്ല. നാട്ടിൽ കാണുന്ന യേശുവിനെ ഏട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഏട്ടിൽ എന്ന് പറഞ്ഞാൽ ഏടുകളിൽ എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ കിതാബിൽ. സൂറത്തുൽ മാഇദയിലെ അവസാനത്തെ വചനങ്ങൾ കേൾക്കേണ്ടത് തന്നെയാണ്. ഹൃദയഹാരിയ യേശുദേവന്റെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിനീതമായ അല്ലെങ്കിൽ ദയനീയമായ അല്ലെങ്കിൽ ഭയചകിതമായിട്ടുള്ള സംസാരമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അള്ള പറഞ്ഞ സന്ദർഭം മനുഷ്യരെ ശ്രദ്ധിക്കണേ, പഠിക്കണേ. ഈസ ഇബ്നു മറിയം, യാ ഈസ ഇബ്നു മറിയം, ഓ ഈസ. അള്ള വിളിക്കുക അല്പം ഗൗരവത്തോടു കൂടിയുള്ള വിളിയ. അങ്ങനത്തെ ഓർമ്മയോ അറിയുമല്ലോ ഈസ. എന്റെ ഉമ്മയെയും എന്നെയും നിങ്ങൾ അല്ലാഹു അല്ലാത്ത ഇലാഹുകളാക്കി ആരാധ്യരാക്കി സ്വീകരിക്കണം എന്ന് നീയായിരുന്നു നാട്ടുകാരോട് പറഞ്ഞ് കുരിശു വരക്കണം, കർത്താവെ യേശുവെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കണമെന്ന്, മേരി മാതാ എന്ന് വിളിച്ചുകൊണ്ട് കരഞ്ഞു പറയണമെന്ന്, മേരി മാതയുടെ ഒരു ബിംബം ഉണ്ടാക്കിയിട്ട് അതിന്റെ മടിയിൽ ഒരു പിഞ്ചു പൈതലിന്റെ ചിത്രം കൊത്തി വെക്കണം എന്ന് നീ എങ്ങനെ പറഞ്ഞു? എന്നിട്ടാണ് ജനങ്ങളെല്ലാവരും എന്റെ ബിംബം ഉണ്ടാക്കിയതിന് മുമ്പിൽ കരഞ്ഞുകൊണ്ട് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നത്. നീ പറഞ്ഞിട്ടാണോ? അള്ളാഹുവിന്റെ അതീവ ഗുരുതരമായ ചോദ്യമാണ് വിചാരണ ചെയ്യുകയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. ഇത് കേൾക്കുമ്പോ നമുക്കെന്താ ചിന്ത വരണ്ടിയ? ഉബിൽപ്പെട്ട ഈ പ്രവാചകനെ മഹ്ശറയിൽ വെച്ച് നീ ഇങ്ങനെ നിർത്തിപ്പൊരിച്ച് അതിഗംഭീരമായി വിചാരണ ചെയ്യുകയാണെങ്കിൽ എന്റെ ഹാലെന്തിരിക്കും എന്ന് ചിന്തിക്കാനാട്ടോ. എന്താ പറയുന്നത്?
മറുപടി, അല്ലാഹുവേ നീ പരിശുദ്ധനല്ലേ. എനിക്ക് അവകാശമുള്ള എന്തെങ്കിലും കാര്യമല്ലേ ഞാൻ പറയാ. എന്നെ ആരാധിക്കുക എന്നുള്ളത് എനിക്ക് അവകാശപ്പെട്ടല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എന്റെ പടച്ചോനെ നീ പരിശുദ്ധനല്ലേ. നീ എന്താ ചോദിക്കുന്നു എന്നോട്? നീ എന്റെ ചോദ്യമാണ് എന്നോട് ചോദിക്കുന്നത്. അതെനിക്ക് അവകാശപ്പെട്ടല്ലോ എന്റെ പടച്ചോനെ. ഞാനെങ്ങാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് മുഴുവനും നിനക്കറിയാലോ ഞാൻ എന്താണ് പറഞ്ഞത് എന്ന്. എന്റെ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്ക് തന്നെ നിനക്കറിയില്ലേ. നിന്റെ ഹൃദയത്തിലുള്ളതൊന്നും എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. എല്ലാ അദൃശ്യവും കൃതകൃത്യം അറിയുന്നവനല്ലേ നീ. ഞാനെന്നെ പറഞ്ഞിട്ടുണ്ടോ നിനക്കറിയില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്റെ പടച്ച തമ്പുരാനെ. നീ എന്താണോ പറയാൻ വേണ്ടി എന്നെ പറഞ്ഞേൽപ്പിച്ചിട്ടുള്ളത് അക്കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാഹുവിനെ ആരാധിക്കണമെന്നും റബ്ബീവറബ്ബക്കും നിങ്ങളുടെയും എന്റെയും രക്ഷിതാവായ അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് മാത്രമേ ഞാൻ നാട്ടുകാരോട് പറഞ്ഞിട്ടുള്ളൂ. അവര് എന്താണ് ചെയ്തത് എന്ന് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ സാക്ഷിയാണ്. അതിന് ഞാൻ സമ്മതിച്ചിട്ടില്ല. ഇന്ന് വിളിക്കാനോ വേറെ ബിംബങ്ങൾ വിളിക്കാനോ വേറെ ആരാധകരെ ആരാധിക്കാനോ ഞാൻ അന്ന് സമ്മതിച്ചിട്ടില്ല. ഞാൻ അവര് താമസിക്കുന്ന ജീവിക്കുന്ന കാലഘട്ടത്തോളം ഞാൻ അവരിൽ സാക്ഷിയാണ്. എന്താ ചെയ്യേണ്ടത് എന്ന് കൃത്യമായി ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. തെറ്റ് ചെയ്തപ്പോൾ ഞാൻ അതിൽ നിന്ന് അവരെ വിലക്കിയിട്ടുണ്ട്. അവര് എന്താണ് അന്ന് ചെയ്തത് എന്ന് എനിക്കറിയാം. എന്നെ നീ പൂർണ്ണമായി ഏറ്റെടുത്ത് ആകാശത്തേക്ക് ഉയർത്തിയതിനു ശേഷം അവിടെ എന്താണ് നടന്നത് എന്ന് അവർ എന്താണ് ചെയ്തത് എന്ന് നീയല്ലേ സൂക്ഷ്മമായി നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. നിനക്കല്ലേ അറിയാം. എല്ലാ കാര്യങ്ങൾക്കും നീയല്ലേ സാക്ഷി. അവർ എന്നെ ആരാധിച്ചു, എന്റെ കുരിശ് വരച്ചു, എന്റെ അമ്മയെ വിളിച്ചു. എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ എന്നോട് വിളിച്ചു തേടി. അത് മാരകമായ തെറ്റാണ്, കുറ്റമാണ്. അവരെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ അതിന് നിനക്ക് അവകാശമുണ്ട്. അവർ നിന്റെ അടിമയാണ്, നിനക്ക് ശിക്ഷിക്കാവുന്നതാണ്. ഞാൻ അതിലൊന്നും പറയുന്നില്ല. ശിക്ഷിക്കണ്ടെന്ന് പറയാൻ ഞാൻ ആളല്ല. നിന്റെ അടിമകളെ ശിക്ഷിക്കാൻ നിനക്ക് അർഹതയുണ്ട്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, അവർ എന്നെ ആരാധിച്ചിട്ടുണ്ട്, അവർ എന്റെ ഉമ്മയെ ആരാധിച്ചിട്ടുണ്ട്. അവരെ ശിക്ഷിക്കുന്നുവെങ്കിൽ അവർ നിന്റെ അടിമകളാണ്, നിനക്കത് ചെയ്യാവുന്നതാണ്. ഇനി അവർക്ക് നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ അജയ്യനാണ്, നീ യുക്തിജ്ഞനാണ്, നിനക്ക് പുറത്തു കൊടുക്കാനും കഴിയും. ഇതൊന്നും പറയാനില്ല. പുറത്തു കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ശിക്ഷിക്കണം എന്ന് പറയുന്നില്ല. എനിക്കത് പറയാൻ അവകാശവും അർഹതയില്ല. വരാനെ ഇതാണ് ശരിയായ വേദത്തിൽ പറയുന്ന യേശു. ഏത് യേശുവാ ശരി? കണ്ടോളി. അതുകൊണ്ട് നബിയായി വഴിയായി വേറെ ഒരുത്തനെയും ആരാധ്യനായോ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നവനായോ ഒരിക്കലും ചിന്തിക്കുകയോ വിശ്വസിക്കുകയോ പാടില്ല. അള്ളാഹുവിലേക്ക് മാത്രമാണ് നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയേണ്ടത്. ഇതൊക്കെ ഞാൻ പറയുമ്പോ നമ്മളതിനങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയലുണ്ടോ? നമ്മളെ നബിനെ പറ്റി പോലും നമ്മളങ്ങനെ എന്തോ പറയലുണ്ടോ? അങ്ങനൊന്നും പറയല്ലോ. യേശുവിന്റെ ആളുകൾ അങ്ങനൊക്കെ ചെയ്യുന്നു. അവര് യേശുവിന്റെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു.
വേണമെങ്കിൽ യാ വലിയത്തല്ലാഹി മറിയം അങ്ങനെ പ്രാർത്ഥിക്കാം. നമ്മുടെ നാട്ടിലെ ഉസ്താദ് പറഞ്ഞ മേരി മാത എന്ന് വിളിക്കണ്ട, പക്ഷെ യാ വലിയത്തല്ലാഹി മറിയം എന്ന് വിളിക്കാവുന്നതാണ്. രണ്ടൂന്നല്ലേ, ഒന്ന് മേരി മാതാ വിളിച്ചു, ഒന്ന് യാ വലിയത്തല്ലാഹി മറിയം എന്ന് വിളിച്ചു. രണ്ടും ഒന്നല്ലേ, ഒന്ന് അറബി വിളിച്ചു എന്ന് മാത്രമല്ലല്ലോ. യേശുവായി, യേശുവിന്റെ അമ്മയായി. അത് ഇമ്രാൻ പഠിക്കണം. ഇമ്രാന്റെ കുടുംബമാണ്, അതിൽ പ്രധാനിയാണ് മറിയം ബീവി, അവരുടെ ഉമ്മ അന്ന ബീവി, അവരുടെ മോൻ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. ഇനി മുഹമ്മദ് നബിയായി ആരാണെങ്കിലും അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ, അത് നരകത്തിലേക്കുള്ള വഴിവിട്ട് തെളിയിക്കലായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഒരു സലാത്ത് ചൊല്ലിത്തരാം, ആ സലാത്ത് ശരിക്കും കേട്ടോളൂ. ഒറ്റ ഹദീസിലും ഞാൻ ഗ്രഹിക്കാൻ കഴിയില്ല, പക്ഷെ നാട്ടിൽ ഫുള്ള് ഞാൻ കേൾക്കുന്നുണ്ട്. നാട്ടിൽ മുഴുവനും ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. 100 എണ്ണം ചെല്ലണം, 1001 പ്രാവശ്യം ചെല്ലണം, അത് ചൊല്ലിയിട്ട് വീടിന് ചുറ്റും നടക്കണം. അതേപോലെ തന്നെ ഇന്ന സ്ഥലത്തേക്ക് പാർസൽ അയക്കണം, ഇന്ന സലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് എല്ലാവരും പള്ളിയിൽ ഇന്ന ദിവസം വരണം, വേണമെങ്കിൽ മഞ്ഞച്ചോറും മട്ടൻ കറിയും ഉണ്ടാക്കണം, എന്നിട്ട് അതെല്ലാം തിന്നുകൊണ്ട് പിന്നെയും ചൊല്ലിക്കൊണ്ടിരിക്കണം. തിന്നുന്നതിന് മുമ്പും ചെല്ലണം, തിന്നതിന് ശേഷവും ചെല്ലണം, 2000 പ്രാവശ്യം ചെല്ലണം, 3000 പ്രാവശ്യം ചെല്ലണം. അങ്ങനത്തെ ഒരു കണക്കന്നെ രീതിയില്ല. കയറി വന്നാൽ 33 ഏഴോ, കയറി വന്നാൽ 70 100 ഏഴോ, അതിന്റെ അപ്പുറത്തൊരു സംഖ്യ തന്നെയല്ല, ദിക്രിയല്ല. അങ്ങനെ സംഖ്യ ചെല്ലിച്ച് ദിക്രി ചെല്ലിച്ച് ഒരു മൂലക്ക് കുത്തിരിക്കാനും അല്ല, മറിച്ച് ഫന്തശുറൂഫില്ലാതെ നിക്കാരവും നോമ്പും ദിക്റും ഒക്കെ കഴിഞ്ഞ് അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് മൈഷത്തിൽ കുടിച്ചോളാൻ. അല്ലാണ്ട് പള്ളിയുടെ മൂലക്കൊട്ടിരുന്ന് കാലാകാലം അവിടെ വേരിറങ്ങുന്ന വരെ 1,00,000 ദിക്റും ചൊല്ലി കുത്തിരിക്കാനല്ല പറഞ്ഞത്. എന്താ സലാത്ത് കേട്ടോളി. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ കാമ. കേട്ടിക്കുക, ഞാൻ കേൾക്കുന്നതല്ലേ, അത് കേൾക്കണം. എന്താ അർത്ഥം പഠിക്കണം. പുസ്തകം ഇങ്ങനെ ചെല്ലുക, നമ്മളിങ്ങനെ ആമീൻ പറയുക, നമ്മൾ കൂടെ ഇങ്ങനെ ചെല്ലുക, എന്നിട്ട് ചോറ് തിന്നുക എന്നുള്ളതല്ല. എന്താ ചെല്ലുന്നത് കൂടി കേൾക്കണം, പഠിക്കുകയും ചെയ്യണം. അല്ലാഹുവേ പൂർണ്ണമായ സലാത്ത് രക്ഷ നൽകണമേ, അതേപോലെ തന്നെ പൂർണ്ണമായ സമാധാനവും നൽകണമേ അലാ സയ്യിദിന മുഹമ്മദ് നബിക്ക്, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിക്ക്. സലാത്തിന്റെ കൂട്ടത്തിൽ ഒരു സലാത്തിനും സയ്യിദിന എന്ന് വന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ പിന്നാലെ വരുന്ന ഡോക്ടർ ബാബ ആ വിഷയത്തിൽ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം വരും, ഏതിലോ അങ്ങനെ സഹിയായി വന്നിട്ടുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചിട്ട് കണ്ടിട്ടില്ല. സയ്യിദിന എന്ന് സഹീഹായി ഹദീസിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും പ്രഗത്ഭമായ ഹദീസിൽ, ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസുകളിലൊന്നും സയ്യിദിന അല്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ആരാണ് മുഹമ്മദ് നബി? അലാ സയ്യിദിന മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു, അദ്ദേഹത്തെ കൊണ്ടാണ് എല്ലാ കെട്ടുകളും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നത്. എല്ലാ അപകടങ്ങളും എല്ലാ ആപത്തും മുസീബത്തുകളിൽ നിന്നും രക്ഷ നൽകുന്നത് അദ്ദേഹമാണ്. നമ്മുടെ മോഹങ്ങൾ നിവർത്തിക്കുന്നത്, നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നത് അദ്ദേഹത്തെ കൊണ്ടാണ്. നമ്മുടെ മോഹങ്ങളൊക്കെ പൂവണിയുന്നതും അദ്ദേഹത്തെ കൊണ്ടാണ്. നമ്മുടെ എല്ലാ അധ്വാനവും പരിശ്രമവും പരിപൂർണ ശുഭ പരിസമാപ്തിയിലേക്ക് എത്തിക്കുന്നത് അദ്ദേഹമാണ്. കച്ചവടം, നമ്മുടെ ഗൾഫ് ജീവിതം എല്ലാം വീടുണ്ടാക്കാൻ, മോളക്കെത്തിക്കാൻ അതിന്റെ ശുഭ പര്യവസാനം അദ്ദേഹമാണ് നൽകുന്നത്, മുഹമ്മദ് നബിയാണ് നൽകുന്നത്. അദ്ദേഹത്തിന്റെ സുന്ദരമായ മുഖം കൊണ്ട്, മാന്യമായ ഉത്കൃഷ്ടമായ മുഖം കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് നമുക്ക് മഴ വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് മാത്രം പോലെ സമാധാനം അദ്ദേഹത്തിന്റെ കുടുംബത്തിനും, അദ്ദേഹത്തിന്റെ സഹജരായ കൂട്ടുകാരായ സഹാബികൾക്കും,
ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷത്തിലും അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങനെ സലാത്ത് ചൊല്ലുന്നു. അല്ലാഹു ശ്രദ്ധിച്ചിട്ടുള്ള ജീവികൾ എത്ര, ജലികൾ, സസ്യലതാദികൾ, അവ എത്ര എണ്ണമുണ്ടോ അത്രയും എണ്ണം സലാത്തുകൾ അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ല? ആ വിശ്വാസം തന്നെയല്ലേ ക്രിസ്തീയ സഹോദരന്മാരും വിശ്വസിക്കുന്നത്? എന്റെ ഇക്കാലത്തിൽ ഇത്ര എല്ലാം തോന്നുന്നുണ്ട്. അല്ലല്ലോ, നബിയാര്, അതാണ് നമ്മളെ വിഷയം. അല്ലദീ, നബി ആരാണ്? നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവൻ, നമ്മളെ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവൻ, നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരുന്നവൻ, നമ്മുടെ മോഹങ്ങൾ പൂവണിയിച്ചു തരുന്നവൻ, നമുക്ക് മഴ പോലും വർഷിപ്പിച്ചു തരുന്നവൻ. ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? നല്ല ചോദ്യം. എന്റെ അഭിപ്രായത്തിൽ യേശുവിനെ സംബന്ധിച്ച് ക്രിസ്ത്യാനികൾക്കുള്ളതിനേക്കാളും അതിരൂക്ഷമായ വിശ്വാസമാണ് ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് മുഹമ്മദ് നബിയെ സംബന്ധിച്ചുള്ളത്. അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവരുടെ മനസ്സിലുണ്ടാവില്ല, അള്ളാഹുവിന്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ ആ സ്ഥാനത്തേക്ക് മുഹമ്മദ് നബി കയറിയിരിക്കുകയും ആ സ്ഥാനത്ത് നിന്ന് അള്ളാഹു ഇറങ്ങിപ്പോവുകയും ചെയ്യും എന്നുള്ള അതിഗുരുതരമായ ഗൗരവമായ വിഷയം പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ആചാരങ്ങൾ, നിങ്ങളുടെ വിശ്വാസങ്ങളിൽ ശിർക്ക് കലരാതെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം എന്ന് അതീവ ഗൗരവമായി എല്ലാവരെയും ഉണർത്തിക്കൊണ്ട് അള്ളാഹു നല്ല വിശ്വാസവും നല്ല കർമ്മങ്ങളും ഉൾക്കൊള്ളുന്ന ആളുകളുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് കരളുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ല, ഹദീസിലൊന്നും സഹിയായി നിവേദനം ചെയ്യപ്പെട്ടില്ല. ഞാൻ കണ്ടില്ല, ഒഴിഞ്ഞു പറയാ. ഇനി നാളെ ഏതോ ചൂസ്താനോട് ചോദിച്ചിട്ട് ഇന്ന ഹദീസിൽ, ബുഖാരിയിൽ, മുസ്ലിമിൽ ഇത്രാമത്തെ നമ്പറായിട്ട് ഈ ഹദീസ് വന്നിട്ടുണ്ട്, ഈ സ്വലാത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനത് അന്ന് സ്വീകരിക്കും. പക്ഷെ എന്തുവരെ ഞാൻ കണ്ടില്ല. അതന്നെയാ ഈ സലാത്ത് നമ്മൾ ചൊല്ലുന്നതിനെ സംബന്ധിച്ച് ഉസ്താദിനോട് ചോദിച്ചപ്പോ ഏതോ മഹാനായ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാ. നമുക്ക് ഏതോ മഹാനായ പണ്ഡിതൻ പറഞ്ഞതൊന്നും വേണ്ട, വേറെ ഒരു ആചാരങ്ങളും വേണ്ട, മറ്റുള്ളവരെ ബൾബും വേണ്ട, മറ്റുള്ളവരെ ലൈറ്റും വെള്ളം ഫിറ്റ് ചെയ്യണ്ട. നമുക്ക് ആചാരവും അനുഷ്ഠാനവും ഒക്കെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, സലാത്തും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് എല്ലാം മതി. അതാണ് ഇബ്രാഹിം സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ആ സ്വലാത്ത് തൽക്കാലൊക്കെ ചെല്ലുക. വേറെ ഏതോ മഹാനായ ആള് ചെല്ലിയ സ്വലാത്ത് മാറ്റി അടിച്ചേക്കാം. വേറൊന്നുണ്ടോ? തീർത്താം. ഉസ്താദ് കാത്തിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.